കേരളത്തിലൊരു ഗവൺമെൻറ് ജോലി, പ്രത്യേകിച്ച് വരാൻ പോകുന്ന LDC അല്ലെങ്കിൽ LGS, ആ ഒരു റാങ്ക് ലിസ്റ്റിൽ പേര് വരിക എന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നമാണ്. നിങ്ങളും അതിനുവേണ്ടി പഠിക്കുന്നുണ്ട്. ഒരു റാങ്ക് ഫയൽ വാങ്ങിവെച്ചു, 2-3 ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു, ഇടയ്ക്ക് യൂട്യൂബിൽ ചില വീഡിയോകൾ കാണുന്നു. സത്യം മുഖത്ത് നോക്കി പറയട്ടെ, ഈ ഒരു ഒഴുക്കം മട്ടിൽ ഇങ്ങനെയൊന്നും പഠിച്ചാൽ നമുക്ക് ജോലി നേടാൻ പറ്റത്തില്ല. നിങ്ങൾ മത്സരിക്കുന്നത് PSCയെ ശ്വസിച്ച് നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളോടാണ്. ഇപ്പോൾ പഠിക്കുന്ന പോലെയൊന്നും പഠിച്ചാൽ പോരാ. റാങ്ക് നേടി ഒരുപാട് ആളുകളുടെ പഠന രീതി നോക്കി ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചവരുടെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഇന്നു മുതൽ എക്സാം തീയതി വരെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ നിങ്ങൾ ഉറപ്പായിട്ടും ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തും. ഞാൻ സുജേഷ് പുറക്കാട്, വെൽക്കം ടു എൻട്രി ആപ്പ്. ആദ്യം തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ വില്ലനെ കുറിച്ച് സംസാരിക്കാം. സിലബസ് വലുതാണ്, ടോപ്പിക്കുകൾ ഒരുപാടുണ്ട്, പുസ്തകം തുറക്കുമ്പോൾ തന്നെ ഉറക്കം വരും. അല്ലെങ്കിൽ നമ്മൾ പറയും നാളെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് പഠിക്കാം. ഈ നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ആ രീതിയുണ്ടല്ലോ, ഇതാണ് PSC പഠിക്കുന്നവൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. മോട്ടിവേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നാൽ ഈ ജന്മത്തിൽ നിങ്ങൾ ഈ സിലബസ് തീർത്ത് ഒരു റാങ്ക് നേടുന്ന പരുവത്തിലേക്ക് എത്തില്ല. കാരണം മോട്ടിവേഷൻ എന്നത് എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനമല്ല. നിങ്ങൾക്ക് വേണ്ടത് അച്ചടക്കമാണ്, ഡിസിപ്ലിനാണ്. നിങ്ങൾ 5 മണിക്കൂർ തുടർച്ചയായിരുന്നു പഠിക്കുന്നതിന് പകരം അതിനെ ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഉള്ള കുറച്ച് ഭാഗങ്ങളായി മാറ്റുക. അങ്ങനെ പഠിച്ചതിന് ശേഷം 1 മണിക്കൂറാണെങ്കിൽ ആ 1 മണിക്കൂർ പഠിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തതിനു ശേഷം വീണ്ടും പഠനം ആരംഭിക്കുക. നിങ്ങൾ ആകെ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നതിലല്ല, മറിച്ച് ആ പഠിക്കുന്ന മണിക്കൂറുകൾ എത്രത്തോളം നിങ്ങൾ ഫോക്കസ്ഡ് ആണ് എന്നതിലാണ് കാര്യം. അപ്പോൾ ഫോക്കസ് വന്ന സ്ഥിതിക്കിനി ശരിക്കും ഏത് ഏരിയയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്? പലരും ചെയ്യുന്നത് ഇഷ്ടമുള്ള വിഷയങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പഠിക്കുക എന്നുള്ളതാണ്. അതിനു പകരം സിലബസ് അറിഞ്ഞ് എല്ലാ വിഷയങ്ങളും, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്ക് ആദ്യം തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിച്ചു തുടങ്ങേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം SCERT ടെക്സ്റ്റ് ബുക്കുകൾ. ചുമ്മാ ഗൈഡുകൾ വായിക്കുന്നതിന് പകരം 5 മുതൽ 10 വരെയുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് സിലബസിൽ ഉൾപ്പെടുന്ന പാഠഭാഗങ്ങൾ മാത്രം വിഷയക്രമത്തിൽ ഏതൊക്കെ ക്ലാസ്സുകളിലാണോ ക്രമത്തിൽ 5-ലുണ്ടെങ്കിൽ 5-ല്, 7-ലാണെങ്കിൽ 7, 10-ലുണ്ടെങ്കിൽ 10-ല്, അത് കൃത്യമായി എടുത്തുകൊണ്ട് വേണം പഠിക്കാൻ. PSCയുടെ ചോദ്യങ്ങൾ വലിയൊരു ശതമാനവും വരുന്നത് SCERTയിൽ നിന്നാണ്. ഇതിനെല്ലാം കൂടെ എവിടെ പോയി തപ്പുമെന്നാണെങ്കിൽ എൻട്രി ആപ്പിൽ നിങ്ങൾക്ക് ഇതിനുവേണ്ടി മാത്രമായി ഒരുപാട് വീഡിയോ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് റെഫർ ചെയ്താലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഒരുപാട് പേർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എത്ര നാൾ പഠിച്ചാൽ PSC കിട്ടും? ചിലർ വർഷങ്ങളോളം പഠിക്കുന്നുണ്ട്. തികച്ചും 0-യിൽ നിന്ന് തുടങ്ങുന്ന ഒരാൾക്ക് ഒരു 6 മുതൽ 8 മാസം വരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് മാക്സിമം സമയം പഠനത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു സിലബസ് സുന്ദരമായി തീർത്ത് LDC ആയാലും LGS ആയാലും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ 6 മാസം അത് നിങ്ങളുടെ പഠന രീതി മാറ്റിക്കൊണ്ടായിരിക്കണം. വെറുതെ വായിച്ചു പോകുന്ന രീതി നിർത്തിയിട്ട് പഠനത്തോടൊപ്പം തന്നെ ഷോർട്ട് നോട്ട്സ് എഴുതണം. കംപ്ലീറ്റ് നോട്ട് എഴുതാൻ നിൽക്കരുത്, ഷോർട്ട് നോട്ടുകൾ എഴുതുക. ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പുസ്തകം ഒന്ന് അടച്ചു വെച്ചിട്ട് ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുത്ത് അതിൽ നിന്ന് സ്വന്തമായിട്ട് PSCയുടെ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കി ശീലിക്കുക. നമ്മൾ മനസ്സിലുണ്ടാക്കുക, അപ്പോഴേ അത് തലയിൽ നിൽക്കുകയുള്ളൂ. എക്സാമിന് അത്തരം ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെങ്കിലും ഇത് ചെയ്തിരിക്കണം. പിന്നെ PSC പഠിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ഒഴിവാക്കേണ്ട ചില ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പലയിടത്തുനിന്നും ടെലഗ്രാമുകളിലൊക്കെ ആയിട്ട് കിട്ടുന്ന സകല PDF ഫയലുകളും ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ അവിടെ വെക്കും, പക്ഷെ ഒന്നും തുറന്നു നോക്കില്ല. ഈ പരിപാടി നിർത്തുക. മെറ്റീരിയൽസിനെ നമ്മൾ ഒന്ന് ലിമിറ്റ് ചെയ്യുക. ആവശ്യത്തിനുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തു വെക്കുക. അത് കൃത്യമായിട്ട് പഠിക്കണം. രണ്ടാമത്തെ കാര്യം, മുഴുവൻ സിലബസും തീർന്നിട്ട് ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതാം എന്ന് വിചാരിക്കും. ഇത് വളരെ വലിയൊരു അബദ്ധമാണ്. നിങ്ങളുടെ സിലബസ് തീർത്തിട്ടല്ല മോക്ക് ടെസ്റ്റുകൾ എഴുതേണ്ടത്. സിലബസിൻ്റെ ഒരു വലിയ ശതമാനം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എഴുതി തുടങ്ങാം. തുടക്കത്തിൽ നിങ്ങൾ ടോപ്പിക് വൈസ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നു, പിന്നീട് ഒരു സിലബസിൻ്റെ ഒരു 40-50% കവർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം മോഡൽ എക്സാമുകൾ എഴുതുക. പരമാവധി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനുള്ള പ്രധാന വഴി എന്ന് പറയുന്നത്. പരമാവധി ചോദ്യങ്ങൾ ചെയ്ത് ശീലിക്കുക. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, PSCയിലെ ചോദ്യങ്ങൾ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആകാറുണ്ട്. അതുകൊണ്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം നോക്കുന്നതിന് പകരം ലേറ്റസ്റ്റ് സോഴ്സുകൾ, അപ്ഡേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ്, പുതിയ മോക്ക് ടെസ്റ്റുകൾ, ഇതൊക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. ഇതിനായി എൻട്രിയിൽ സൗജന്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന മോക്ക് ടെസ്റ്റുകൾ നിരവധിയുണ്ട്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സൗജന്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ എക്സാമുകളുണ്ട്. നിങ്ങളുടെ PSC പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയ വിഷയം ഏതാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അതിനുള്ള സ്ട്രാറ്റജിയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വരാം. കൃത്യമായ ഗൈഡൻസോടെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസും ആപ്പിലെ കോഴ്സുകളും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കൊരു വേക്കപ്പ് കോൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.